നെയ്ച്ചോറിൻ്റെ കൂടെ എപ്പോഴും കോമ്പിനേഷൻ ബീഫ് കറി അല്ലേ. അത് നല്ല കാസർഗോഡൻ പള്ളിക്കറി ആയാലോ വേറെ ലെവലായിരിക്കും അല്ലേ. ഞങ്ങളുടെ റൂമിലൊരു ഗെറ്റ് ടുഗദർ ഇരുന്നപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ നെയ്ച്ചോറും പള്ളിക്കറിയും. അപ്പോൾ അത് ഉണ്ടാക്കാൻ വന്നത് വരെ കാസർഗോട്ടുകാരൻ അഷ്റഫ് ഭായ ഉണ്ട്. മൂപ്പരുടെ പ്രിപ്പറേഷൻ കണ്ടപ്പോഴാണ് ഈ പള്ളിക്കറിക്ക് ഉണ്ടാക്കി ഇത്ര സിമ്പിളാണോ എന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു 1.5 തേങ്ങ അത് വറുക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയപ്പോൾ മാറ്റി വെച്ചു. പിന്നെ പാത്രം കയറ്റിയിട്ട് കുറച്ച് ഓയിൽ, ഒരുപാട് വേണ്ടെന്നുണ്ട് മൂപ്പരൊരു രീതി. അതിലേക്ക് കറിവേപ്പില ഇട്ടുണ്ട് തുടങ്ങിയിട്ടോ. പിന്നെ അതിലേക്ക് പട്ടയും ഗ്രാമ്പും പോലത്തെ സ്പൈസസുകൾ. പിന്നെ നേരെ അതിലേക്കാണ് ബീഫ് തട്ടിയിട്ട് ഏകദേശം ഒരു 4.5 കിലോളം ബീഫ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് നേരെ കറക്റ്റായിട്ടാണ് നിരത്തി വെച്ചത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 4-5 തക്കാളി വലുതായിട്ട് അരിഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പേരിന് വെള്ളം കൂടി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് മൂടി വെച്ചിട്ടാണ്. ഇനി ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ പണിയെടുത്താണല്ലോ നല്ലൊരു കിടിലൻ കറിയായിട്ട് ഇത് മാറും കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ മൂപ്പർ ആദ്യമായിട്ട് ഇത് തുറന്നു കേട്ടോ. അപ്പോൾ ഈ കണ്ടീഷനായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞങ്ങളത് മൂടി വെച്ചു. അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ച് വീണ്ടും 3-4 തവണ ഞങ്ങൾ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 40 മിനിറ്റിൻ്റെ വേവായപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാല, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ചെന്നോടെ. ഇതുവരെ കണ്ട ഭാവമൊക്കെ ഉണ്ട് മാറി തുടങ്ങിയിട്ടോ കറിയുടെ. വേറൊരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടോ കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയില്ല, അതിൻ്റെ ചൂടൊക്കെ പോയി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് അരച്ച് അതും കൂടെ അങ്ങോട്ട് ചേർത്ത്. ഇതും കൂടി അങ്ങോട്ട് ചേർന്നപ്പോൾ സംഗതി കുറച്ചുകൂടി ഒന്നും അങ്ങോട്ട് ഉഷാറായിട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേടൊന്നങ്ങോട്ട് തൂവി കൊടുത്തിട്ടുണ്ടല്ലോ. വീണ്ടും കുറച്ച് നേരത്തേക്ക് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ച്. മൂപ്പര് പറഞ്ഞ കണക്കിൽ തന്നെ കൃത്യം 1 മണിക്കൂറായിട്ടുള്ളത് ഇതുപോലത്തെ കറി നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടാള്. അപ്പോൾ ഇതുപോലെ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞോ. ഓക്കെ, ബൈ.